വിലക്കെടുത്ത സ്ഥാനാർത്ഥികളെ പോലെ തന്നെ കാണാൻ ജനങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരില്ലെന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥി സന്തോഷ് ശാന്തി പറഞ്ഞു. മണ്ഡലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും സന്തോഷ് ശാന്തി 24-നോട് പറഞ്ഞു. അപ്പോൾ മണ്ഡലം ചുറ്റി മഹിളകൾ ഇതാ കുട്ടനാട് മണ്ഡലത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കുട്ടനാടിൻ്റെ ഹൃദയഭാഗമായ മങ്കൊമ്പിൽ നിൽക്കുകയാണ്. ഒരുപാട് കടകളൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം, ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ പ്രതീക്ഷകൾ, ആർക്കൊപ്പമാണ്, ഇനിയിപ്പോൾ എങ്ങനെയാണ് നാട് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ചേട്ടാ നമസ്കാരം. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണല്ലോ, എങ്ങനെയാണ് പാർട്ടി നോക്കിയാണോ ചേട്ടൻ വോട്ട് ചെയ്യുന്നത്, ആളെ നോക്കിയാണോ? താമര ഉണ്ടെങ്കിൽ അവിടെ ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെയ്യും. ഇത്തവണ BDJS ആണല്ലോ, തീർച്ചയായിട്ടും പുള്ളിക്ക് തന്നെ ചെയ്യത്തുള്ളൂ. കാരണം മറ്റവളെ കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. വർഷങ്ങളായിട്ട് ഇങ്ങനെ 40-40 വയസ്സായി എനിക്ക്, പക്ഷെ ഈ വർഷങ്ങളായിട്ട് കാണുന്ന ഇവരെ തന്നെ ഒരു പ്രയോജനവും ഇല്ല. എന്താ അഭിപ്രായം? ഞാൻ ചെയ്യുന്ന സായി ചിന്തിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, ആ പാർട്ടിക്ക് ഞാൻ ചെയ്യത്തുള്ളൂ. എന്റെ പാരമ്പര്യം അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുണ്ട്. സത്യം പറയാം, LDF അല്ലേ? LDF അല്ല, ഏതാണെന്ന് പറഞ്ഞാലോ അത് എന്റെ മനസാക്ഷിക്ക് നിരുക്തമായിട്ടുള്ള ചെയ്യുന്ന. ശരി, അതാണ് അപ്പൊ ആ ചേച്ചിയുടെ അഭിപ്രായം. ഇവിടെ നല്ല തിരക്കുണ്ട് ഈ കടയിൽ. അപ്പൊ നമ്മൾ ഈ തിരക്കിന്റെ ഇടയിലാണ് ഇപ്പോൾ ആളുകളുടെ ഇടയിലേക്ക് എന്താണ് അവരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായം, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഓരോ മണ്ഡലത്തിലും അവർക്ക് പ്രത്യേക ആവശ്യങ്ങളുണ്ടാവും അല്ലെ അമൃത? പ്രത്യേകിച്ച് കുട്ടനാടിനെ സംബന്ധിച്ച് പറയുകയാണ്, ഏറ്റവും വലിയ പ്രശ്നം മഴ പെയ്ത് കഴിഞ്ഞാൽ കുട്ടനാട്ടുകാരുടെ അവസ്ഥ വലിയ സമയത്തൊക്കെ നമ്മൾ കണ്ടത് തന്നെയായിരുന്നു. പ്രളയത്തിന് ശേഷം എന്തായിരുന്നു ഇവരുടെ അവസ്ഥ എന്നുള്ള കാര്യം. പ്രവിത, നമുക്കൊരു സ്ഥാനാർത്ഥി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. BDJSന്റെ സ്ഥാനാർത്ഥി പ്രചാരണത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്, കടകൾ കയറിയുള്ള പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇത്തവണ NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് BDJSന്റെ സംസ്ഥാന ഭാരവാഹി കൂടിയായ സന്തോഷ് ശാന്തിയാണ്. നമസ്കാരം സർ. അപ്പൊ അങ്ങനെ പ്രചാരണമൊക്കെ ശക്തമായിട്ട് തന്നെ പോകുന്നു, വളരെ ശക്തമായിട്ട് തന്നെ പോകുന്നുണ്ട്. വിജയപ്രതീക്ഷയിൽ തന്നെയാണ്, വിജയമല്ലാതെ മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങിപ്പോ നവാഗതനാണ് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ശക്തരായിട്ടുള്ള തോമസ് കെ തോമസിനെ ഒപ്പം തന്നെ റജി ചെറിയാനും എതിരാണ് അങ്ങ് മത്സരിക്കുന്നത്. അപ്പോ അവർക്കെതിരെ മത്സരിക്കുമ്പോൾ എന്താണ് ശക്തമായ ഒരു സന്ദേശം, എന്താണ് പ്രേക്ഷകർ? ശക്തമായ സന്ദേശം എന്ന് പറഞ്ഞാൽ, കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന് 52ാമത്തെ വയസ്സാണ് എനിക്കുള്ളത്. ഈ 52 വയസ്സ് വരെയും കുട്ടനാട്ടിൽ നിന്ന് ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല. ഞാൻ ദേശാടന പക്ഷികളെ പോലെ കുട്ടനാട്ടിലെ മണ്ഡലത്തിൽ എത്തിയ ഒരാളുമല്ല. നിരന്തരമായി എന്നും കുട്ടനാട്ടിലെ ജനങ്ങൾ നോക്കിക്കാണുന്ന, കുട്ടനാട്ടിലെ വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ പേയ്മെന്റ് സീറ്റ് വാങ്ങി ഇവിടെ മത്സരിച്ച് കുട്ടനാട്ടിലെ ജനങ്ങളെ, ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവരെ ജനം ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ച് അറിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ശുഭാപ്തി വിശ്വാസമുണ്ട്. നിലവിൽ നമ്മൾ നേരത്തെ MLA സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇതുവരെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് പാടശേഖരങ്ങൾക്ക് വലിയ തുക കൊടുത്തിട്ടുണ്ട്. ഒരു മഴ പെയ്ത് വെള്ളം പൊങ്ങിയാൽ മട വീഴാത്ത ഏതെങ്കിലും ഒരു പാടശേഖരം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഞാൻ ഇത് കൊടുത്തുകൊണ്ട് ഇതുകൊണ്ട് ഗുണമായി എന്ന് പറയട്ടെ. കുട്ടനാട്ടിൽ ഒരു മഴ പെയ്താൽ വെള്ളം മട വീഴുന്ന പാടശേഖരങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. ഒരു രോഗം വന്നാൽ ചികിത്സിക്കുവാൻ കാശുള്ളവർക്ക് അമേരിക്കയിലും ഇറ്റലിയിലും ഒക്കെ പോയി ചികിത്സിക്കാൻ പറ്റും. ഒരു രോഗം വന്നാൽ കുട്ടനാട്ടിലെ സാധാരണക്കാർക്ക് ആശുപത്രിയിൽ ഓടിയെത്തുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം കുട്ടനാട്ടിലുണ്ട്. ഇത്തവണ എന്തായാലും വോട്ട് ശതമാനം ഉയർത്താനാകും തന്നെ പ്രതീക്ഷയുണ്ട്. വോട്ട് ശതമാനം ഉയർത്തുക എന്നുള്ളതല്ല, ജയിക്കും എന്നുള്ളിടത്താണ് നമ്മൾ നിൽക്കുന്നത്. വോട്ട് ശതമാനത്തിനകത്തൊന്നും ഒരു കാര്യമില്ല. കാരണം കുട്ടനാട്ടിലെ കുട്ടനാട്ടിലെ MLA പറയുന്നത് ഞാൻ കുട്ടനാട്ടുകാരനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എറണാകുളത്താണ് താമസിക്കുന്നത്. അദ്ദേഹം കുട്ടനാട്ടിൽ എവിടെയാണ് താമസിക്കുന്നത്? കുട്ടനാട്ടിലെ MLA ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വീട്ടിൽ ചെന്ന് ഈ 5 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കട്ടെ. എൻ്റെ വീട്ടിലെ ഗേറ്റും ഇല്ല, വലിയ ബംഗ്ലാവും ഇല്ല, കതക് അടയ്ക്കാറില്ല. എൻ്റെ വീട്ടിലെ ഒരു അരമണിക്കൂർ സഞ്ചരിച്ചാൽ കുട്ടനാട്ടിലുള്ളവർക്ക് എവിടെയും എന്നെ വന്ന് കാണാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. എനിക്കും അവരുടെ ഇടയ്ക്ക് ഓടിയെത്താൻ കഴിയും. കുട്ടനാട്ടുകാരൻ എന്ന നിലയിൽ എന്നെ ഇത്തവണ ജനം നെഞ്ചിലേറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.